ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴമയുടെ സ്വാദ് വിളിച്ചോതുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതെന്നാണ്. വെറും 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇത് വളരെ ടേസ്റ്റിയുമാണ്. ഈ വൈറൽ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വെറും 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് ഇതുണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3ഓളം വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റെസിപ്പി പഴുത്ത പഴത്തിലും നേന്ത്രപ്പഴത്തിലും ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വാഴയ്ക്ക് നമുക്ക് ഈ രീതിയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തൊലിയൊന്ന് ചെത്തി റിമൂവ് ചെയ്തെടുക്കണം. അതൊരു ടാസ്ക്കാണ്. ഈ വാഴയ്ക്കയുടെ തൊലി ഏതെങ്കിലും രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എളുപ്പമായിരിക്കുമല്ലോ ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട്. സോ ഇതുപോലെ ഈ കാണുന്നതെല്ലാം ഞാൻ ഇതേ രീതിയിൽ ചെത്തി റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചെറു പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചിപ്സിനിടുന്ന അതേ കണക്കല്ല, കുറച്ചുകൂടി വലുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. കഴിക്കാനായിട്ട് കുറച്ച് വലുപ്പം വേണം ഇത്. ഇതുപോലെ ഈ കാണുന്നതെല്ലാം നമുക്ക് ഇതേ രീതിയിൽ സ്മോളായിട്ട് കട്ട് ചെയ്തെടുക്കാം. വാഴയ്ക്കയുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച വാഴയ്ക്കൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഒരു സ്റ്റൗവിലേക്ക് ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 250ഓളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 100 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന വാഴയ്ക്കയുടെ അളവിനനുസരിച്ചിട്ട് ശർക്കര എടുക്കണം. ഇപ്പോൾ മധുരം വേണമെന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം, അല്ല മധുരം കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. ഈ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വരുന്ന രീതിക്ക് നമുക്കിത് ചൂടാക്കിയെടുക്കണം. കുറച്ച് നേരം മതിയാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച ശേഷം നമുക്കൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കണം. ശർക്കര പാനീയത്തിൽ ഒത്തിരി കല്ലും മണ്ണും വേസ്റ്റസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ശർക്കര അരിച്ച് വേണം നമ്മൾ ഇതെന്തായാലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. ഒരല്പം നേരം നമുക്കിത് ചൂടാക്കാനായിട്ട് വിടണം. ശർക്കര പാനീയം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാഴയ്ക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരല്പം നേരം വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഈ സമയം നമ്മുടെ തീയുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ആവിയൊക്കെ പറന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്തിട്ട് നമ്മുടെ വാഴയ്ക്ക കഷ്ണങ്ങളൊന്ന് കുത്തി നോക്കണം കേട്ടോ, അത് വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഞങ്ങളുടെ ഈ വാഴയ്ക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ഈ വാഴയ്ക്ക പാനീയത്തിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരുകി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. യൂസ് ചെയ്യുന്ന തേങ്ങ കരുക്കോ അല്ലെങ്കിൽ വിളഞ്ഞതോ ഏത് തേങ്ങ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് ഒരു 3-4 ഏലയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം നേരം ഇതൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഏലക്കയുടെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമുക്ക് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന വാഴയ്ക്ക് നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. വളരെയധികം ടേസ്റ്റിയാണ്. ആ ശർക്കരയുടെ ടേസ്റ്റും നമ്മുടെ വാഴയ്ക്കയുടെ ടേസ്റ്റും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് പുതിയ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.